നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് തന്നെയാണ്. എപ്പോഴോ ഒരിക്കൽ ഞാനിത് പറഞ്ഞു പോയതുമാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി ഒരു കാര്യം വ്യക്തമായി നിങ്ങളോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ഫുഡ് ബ്ലോഗേഴ്സാണ് എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഇന്ത്യയിലെ ആകമാനം, ഞാനിപ്പോൾ കേരളത്തിലെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. ഈ ഫുഡ് ബ്ലോഗിങ് തുടങ്ങിയ സമയത്ത് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടായിരുന്നു. ആ നല്ല ഹോട്ടൽസ് എവിടെയുണ്ട്, നല്ല ആഹാരം എവിടെയാണ് നമുക്ക് കിട്ടുന്നത്, എല്ലാവർക്കും യാത്രക്കിടയിലൊക്കെ ആശ്രയിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണം എവിടെ കിട്ടും എന്നതിനെക്കുറിച്ചൊരു നല്ല ധാരണ ആളുകൾക്ക് കിട്ടുന്നെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അത് തീർത്തും ഒരു ബിസിനസ് ആക്കിയിരിക്കുകയാണ് ഈ ഫുഡ് ബ്ലോഗേഴ്സ്. 100% പ്രൊമോഷനുകളാണ് എല്ലാ ഫുഡ് ബ്ലോഗേഴ്സും നടത്തുന്നത്. എത്ര നന്മമരം ചമഞ്ഞാലും, എത്ര ഞാൻ പണത്തിനു വേണ്ടിയല്ല, ചിലരാണെങ്കിൽ ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ എന്ന പേരിൽ പാവപ്പെട്ട ആളുകളുടെ ഹോട്ടലുകൾക്കും മുന്നോട്ട് പോകണം എന്ന രീതിയിലൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ വന്ന് പറയും ഇങ്ങനെയുള്ള പാവങ്ങളെ വേണം പ്രൊമോട്ട് ചെയ്യാൻ. അത് ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഈ പോകുന്ന ഹോട്ടലുകളുടെയൊക്കെ അന്തരീക്ഷം എന്താണ്, അവിടുത്തെ അവിടുത്തെ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ നമുക്ക് ഇവരുടെ വീഡിയോയിൽ തന്നെ വ്യക്തമാണ്, ദൃശ്യമാണ്. എന്നിട്ടും ഇവരിത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, വലിയ രീതിയിൽ മലയാളികളും തമിഴരുമായിട്ടുള്ള ഫുഡ് ബ്ലോഗേഴ്സ് വമ്പൻ ഹൈപ്പ് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു ഹോട്ടലാണ് ഈ തെങ്കാശിയിലുള്ള ബോർഡർ ചിക്കൻ, ഒരു റഹ്മത്ത് ഹോട്ടൽ. ഞങ്ങൾ പൊതുവെ പുറത്ത് പോകുമ്പോൾ നോൺ വെജ് അങ്ങനെ കഴിക്കാറേ ഇല്ല, പരമാവധി ഒഴിവാക്കും. നമുക്ക് അത്രയും വിശ്വാസമുള്ള, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് മാത്രമേ അത് കഴിക്കാറുള്ളൂ. അപ്പോൾ ഒരു ദിവസം 2-2:30 മണിയാണ് ഉച്ചയ്ക്ക്, വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പോൾ ഈ നോൺ വെജ് കിട്ടുന്ന ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഏത് ഹോട്ടൽ കൊള്ളാമെന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ വമ്പൻ റിവ്യൂ ഒക്കെയാണ് കിടക്കുന്നത്. ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്ളോഗേഴ്സൊക്കെ, ഫുഡ് ബ്ലോഗേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് പോയി കഴിച്ചിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നല്ല ആഹാരമാണ്, എത്രയോ 100 വർഷം മുമ്പുള്ള ഹോട്ടലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവിടെ നിന്ന് പാഴ്സലായിട്ട് ഫുഡ് വാങ്ങിച്ചു. ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു കണ്ടീഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇവർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷേ അത് കണ്ടാൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. അത്രയും മോശം ഭക്ഷണം. അത് കഴിച്ച കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് ഇത്രയും മോശപ്പെട്ട ഭക്ഷണം ജീവിതത്തിൽ കഴിച്ചിട്ടില്ലെന്നാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് ഈയിടെയായിട്ട് 1-2 പേരൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫുഡ് ബ്ലോഗേഴ്സ് അല്ല, ഇവരെന്നിട്ടും പറയുന്നില്ല. അതിന് താഴെ കമന്റ് ഇടാൻ വന്ന മനുഷ്യർ പറയുന്നുണ്ട് ഫുഡ് പോയിസണായി ആശുപത്രിയിൽ കിടന്നവരുണ്ട്. ഈ എവിടുന്ന് ഫുഡ് കഴിച്ചതിനെ തുടർന്ന് എന്തൊക്കെയോ ശാരീരിക അസ്വസ്ഥതകളുമായിട്ടൊക്കെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ്, ആ പരിസരത്തുള്ള ഡോക്ടേഴ്സിന് ഇപ്പോൾ അതുമായിട്ടൊക്കെ ശീലമായി. അവർക്കറിയാം, അവരിങ്ങോട്ട് ചോദിക്കും ഇന്ന കടയിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിച്ചായിരുന്നോ എന്ന്. അപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. വൃത്തി എന്ന് പറയുന്നത് ആ ഹോട്ടലിൻ്റെ അയൽപക്കത്ത് കൂടി പോയിട്ടില്ല. അപ്പോൾ ഇത്രയും ആളുകൾ പറയുന്നല്ലോ, മലയാളികളും ഫാമിലി ആയിട്ടൊക്കെ ചെന്ന് കഴിച്ചിട്ട് ആളുകൾ പറയുന്നല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് നോക്കാം എന്നുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അത് വാങ്ങിച്ചത് തന്നെ. വിശന്ന് നമ്മൾ തലകറങ്ങി വീണാലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് തല വെച്ച് കൊടുക്കരുത്. ഇവിടെ മാത്രമല്ല, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ വളരെ ചെറിയ കടകളൊക്കെ, ചെറിയതാണോ കട വലുതാണോ ഇതിലൊന്നും കാര്യമില്ല. നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മായം കലരാത്ത നല്ല ആഹാരം, അതിപ്പോൾ ഒരല്പം വില കൂടുതലാണെങ്കിലും നല്ല ആഹാരമാണെങ്കിൽ അത് വകവയ്ക്കാത്തവരാണ് മലയാളികളെ സംബന്ധിച്ച്. നമ്മൾ നല്ല ആഹാരമാണെങ്കിൽ ചോദിക്കുന്ന വില കൊടുത്ത് വാങ്ങി കഴിക്കുന്നവരാണ്. പക്ഷേ ഒരാൾ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്നത് കണ്ടു, 2 രൂപയ്ക്ക് പൊറോട്ട, 30 രൂപയ്ക്ക് ചിക്കനോ ബീഫോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടു. എന്നിട്ട് അവസാനം, ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം അയാൾ പറയുകയാണ്, ഈ 30 രൂപയ്ക്കൊക്കെ ബീഫ് കൊടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു സംശയമില്ലാതില്ല എന്ന്. ഈ സംശയമുള്ള നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത്? എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ന് വരുത്താം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോയുടെ അവസാനം എന്തോ ഒരു നേർച്ചയ്ക്ക് വേണ്ടി അങ്ങ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അവസാനം വരെ കാണുന്നവരല്ല എല്ലാ മനുഷ്യരും എല്ലാ വീഡിയോയും. പ്രത്യേകിച്ച് ഇങ്ങനെ കൂണ് പോലെ മുളച്ചു പൊന്തുന്ന തട്ടുകടകൾ, വഴിയോര കടകൾ, ഇവിടെയൊന്നും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു പരിശോധനയും ഇവിടെ നടത്തുന്നില്ല. ഭക്ഷ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലും പരിശോധനകളൊന്നും നടക്കുന്നില്ല. ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കയറുന്ന വലിയ വലിയ ഹോട്ടലുകളൊക്കെ നോക്കിയാണ് മിക്കവാറും പരിശോധനകളൊക്കെ നടത്തുന്നത്, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയൊക്കെ. അപ്പോൾ ഇവിടങ്ങളിലൊന്നും ഒരു പരിശോധനയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് തോന്നുന്ന വിധത്തിലാണ് ആഹാരം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും. ചിലയിടത്തേക്ക് അന്തരീക്ഷം കണ്ടാൽ നമുക്ക് എങ്ങനെ ആളുകൾ അവിടെ നിന്ന് കഴിക്കുന്നു എന്ന് തോന്നും. മുന്നിൽ തന്നെ ഓടയായിരിക്കും, നിറയെ ഈച്ചയും, ഇല കൊണ്ട് വെച്ചാൽ ഇലയിൽ നിറയെ അഴുക്കും പൊടിയും. അത് വെജിറ്റേറിയൻ ഹോട്ടലാണെങ്കിലും ശരി, ഒരു വൃത്തിയുമില്ലാത്ത അന്തരീക്ഷം.
വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവർ വെച്ചിട്ട് പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പരമാവധി പുറത്തു നിന്ന് കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നതെങ്കിലും വെള്ളം നിങ്ങൾ പുറത്തു നിന്ന് കുടിക്കാതിരിക്കുക. പരമാവധി നമ്മുടെ കയ്യിൽ തിളപ്പിച്ചാറിയ വെള്ളമോ നല്ല വെള്ളം നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് ആ വെള്ളം മാത്രം കുടിച്ചാൽ മതി. കഴിയുമെങ്കിൽ നമ്മൾ വായ കഴുകുന്നതും നമ്മുടെ പക്കലുള്ള വെള്ളത്തിലാകുന്നതാണ് കൂടുതൽ നല്ലത്. പരിശോധനയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും ബാധകമല്ല. ചില ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവിടെ നിന്ന് കഴിക്കാതെ വേറെയുള്ള ഇടങ്ങളിൽ നിന്ന് കഴിക്കുന്നവരുണ്ട്. വീട്ടിൽ നിന്ന് ആഹാരം പൊതിഞ്ഞുകൊണ്ടുവന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ആരോഗ്യത്തിൽ സർക്കാരിനും ഉത്തരവാദിത്തമില്ല, ഈ ഹോട്ടലുകൾ നടത്തുന്ന ആളുകൾക്കുമില്ല. എല്ലാ ഹോട്ടലുകളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഫുഡ് ബ്ലോഗേഴ്സ് ആളുകളെ ഒരുപാട് വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കുറച്ചൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ആദ്യം ഒരു ഫുഡ് ബ്ലോഗിംഗ് ആയിട്ടായിരിക്കും തുടങ്ങിയത്. പിന്നെ ഇവർ ടെലിവിഷനും ഫ്രിഡ്ജും ഒക്കെ വിൽക്കുന്ന കടകൾക്ക് പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നു, ടെക്സ്റ്റൈൽസിനെ പറ്റി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഫുഡ് ബ്ലോഗർ അല്ലേ, പിന്നെന്താണ്, നല്ല പൈസയാണ് കിട്ടുന്നത്. ഒരു കൊളാബിനൊക്കെ നല്ല പൈസയാണ് വാങ്ങിക്കുന്നത്. ഇങ്ങേയറ്റം 3 ലക്ഷം സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ് എൻ്റേത്. എൻ്റെ ചാനലിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം. സാമൂഹ്യ പ്രശ്നങ്ങളും വാർത്തകളിലുള്ള എൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ മാത്രം പറയുന്ന ഒരു ചാനലാണ്. ഇതിൽ മേക്കപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗിങ്ങിനെ കുറിച്ചോ ഒന്നും ഇതിനകത്ത് പരാമർശിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരാഗ്രഹം, ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ച് ഒന്ന് മേക്കപ്പ് ചെയ്ത് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണമെന്ന്. അവരെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു വന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഒരു ജേർണലിസ്റ്റാണ്, ഒരു ചാനലുണ്ട്, അപ്പോൾ കൊളാബ് ചെയ്യുമല്ലോ, അപ്പം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, ഇത്ര രൂപയാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കുന്നത്, നിങ്ങൾക്ക് ഇത്ര രൂപ ഡിസ്കൗണ്ട്, നമ്മളെ മെൻഷൻ ചെയ്താൽ മതി, ചെറിയൊരു എമൗണ്ട് തന്നാൽ മതി എന്ന് ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ആവശ്യമില്ല, ഞാൻ ഫുൾ എമൗണ്ട് തരാം. എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് വേണ്ട. അവർക്ക് ക്യാഷിനേക്കാൾ കൂടുതൽ അവർ പബ്ലിസിറ്റിക്ക്, സോഷ്യൽ മീഡിയയിലുള്ള പബ്ലിസിറ്റിക്ക് അവർ പ്രാധാന്യം കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യാത്ത, ഇതിനെ ഒന്നും പരാമർശിക്കാത്ത ഒരു ചെറിയ ചാനലായ എൻ്റെ അവസ്ഥ തന്നെ ഇതാണ്. അപ്പോൾ പിന്നെ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉള്ള ആളുകൾക്കൊക്കെ എത്ര വലിയ വലിയ ഡിസ്കൗണ്ടുകളായിരിക്കും ഇവർ വെച്ച് നീട്ടുന്നത്, അല്ലെങ്കിൽ വലിയ തുകകളായിരിക്കും കൊടുക്കുന്നത്. ഇതും വാങ്ങിച്ചു വെച്ചുകൊണ്ട് അവർക്ക് അവിടുന്ന് ആഹാരം കഴിക്കാം, അല്ലെങ്കിൽ അവരുടെ സർവീസ് അനുഭവിക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ പണവും കിട്ടും. അപ്പോൾ പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവരങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. നല്ല നല്ല വൃത്തി, അതാണ് മെയിൻ. അവിടുത്തെ ക്യാഷിൻ്റെ പോട്ടെ, അവിടെ എത്ര രൂപ എന്നുള്ളത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കാണും, പ്രായമായവർ കാണും, പല അസുഖമുള്ളവർ കാണും. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ആഹാരം കൊടുക്കുന്ന ഇടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പം എല്ലാവർക്കും ഒന്നും ഭക്ഷണം പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. എപ്പോഴും സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ശരീരത്തെ ബാധിക്കുന്ന രോഗികളുണ്ടാവും, ഗുളിക കഴിക്കേണ്ടവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഹോട്ടലുകളെ ആശ്രയിച്ചേ മതിയാവും. അപ്പോൾ ഒരിത്തിരി മനുഷ്യത്വം മനുഷ്യരോട് കാണിക്കുന്ന രീതിയിലായിരിക്കണം ഈ ഫുഡ് വ്ളോഗേഴ്സൊക്കെ വീഡിയോകൾ എടുക്കേണ്ടത്. എവിടെയെങ്കിലുമൊക്കെ കയറി ചെന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഈ ഫാസ്റ്റ് ഫുഡിനെ അങ്ങ് വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പൊറോട്ടയൊന്നും ശരീരത്തിന് പ്രശ്നമുള്ള ആളല്ല. പൊറോട്ട ഒരടുക്ക് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു പകുതി കോഴി, പകുതി പോത്ത്, അത് ഇതെല്ലാം ചുറ്റും വെച്ച് ഇതിൽ കോമ്പിനേഷൻ, അതായത് വിരുദ്ധാഹാരങ്ങളുണ്ട്. ചിക്കനും തൈരും, തൈരിനകത്ത് മുക്കി ചിക്കൻ കഴിക്കുന്നതും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വർഷങ്ങളായിട്ട് എല്ലാവരും കഴിക്കുന്നതല്ലേ, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ അതൊക്കെ നെഗറ്റീവായിട്ട്, വിപരീതമായിട്ട് ബാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കാണ് ഈ ഫുഡ് പോയ്സണൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതും മരണം വരെ സംഭവിച്ചിട്ടില്ലേ. ഈ കൊഞ്ചും നാരങ്ങയും തമ്മിലുള്ള കോമ്പിനേഷൻ വന്നിട്ട് മരണപ്പെട്ട കേസുകളും കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ കഴിച്ചിട്ടുള്ള, അത് ചെറിയ ഹോട്ടലാകട്ടെ വലിയ ഹോട്ടലാകട്ടെ, നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് പുറത്തു പോകുമ്പോൾ കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ ലാവിഷായിട്ട് കഴിക്കാനല്ലല്ലോ പോകുന്നത്. നമ്മുടെ വിശപ്പടക്കാൻ മാത്രം ചെറിയ തോതിൽ അധികം പ്രശ്നക്കാരല്ല എന്ന് തോന്നുന്ന ആഹാരങ്ങളെ മാത്രം ആശ്രയിക്കുക. ഈ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ വ്ളോഗിങ് കണ്ടോ, ഇവരുടെ റിവ്യൂവോ റേറ്റിങ്ങോ കണ്ടോ എങ്ങും ആഹാരം കഴിക്കാൻ പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വ്യക്തിപരമായിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടായി. ഏറ്റവും മോശം ആഹാരം കഴിച്ചിട്ട് വളരെ നല്ലത് എന്ന് പറയാൻ ഇവർ കാണിക്കുന്ന തൻ്റെ ഇടം, അത് ഇവിടുത്തെ നിയമത്തിൻ്റെ ദൗർബല്യമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം നോൺ വെജിനെ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്നത് കേട്ടോ. വെജിറ്റേറിയൻ ഹോട്ടലുകളും ഒരു കാശിന് കൊള്ളാത്ത ആഹാരം വിളമ്പുന്നത്. അതായത് ഒരു 10 കൂട്ടാൻ ചോറിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം പോലും നമുക്കെടുത്ത് നാക്കിൽ വെക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വാഷ്റൂമൊക്കെ തൊട്ടടുത്തായിരിക്കും, ഫുള്ള് ഈച്ചയായിരിക്കും, നമുക്ക് ആഹാരത്തിൽ നിന്ന് കൈയിട്ട് വായിലോട്ട് വെക്കാൻ തോന്നാത്ത കണ്ടീഷൻ.
അപ്പോൾ അങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും കൂടി കൊണ്ടാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഈ പഴനിയിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടുത്തെ ഒരു കേരള ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അത് ആലോചിക്കുമ്പോൾ തന്നെ തല കറങ്ങുകയാണ്. വളരെ വളരെ മോശം ആഹാരങ്ങൾ. അതുകൂടാതെ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി വലുതാകാൻ വേണ്ടി സോഡാപ്പൊടി ചേർക്കുന്ന ഇടങ്ങളുണ്ട്. അരി പലയിടത്തും 70% വേകാറുള്ളൂ. നമ്മൾ ആ വിശപ്പിൻ്റെ പേരിൽ നമ്മൾ വാരി വിഴുങ്ങുകയാണ്. ഇതൊന്നും ദഹിക്കില്ല, പിന്നെ നമുക്ക് വയറിന് പിടിക്കില്ല, കുറേ ദിവസം നമുക്ക് അസ്വസ്ഥത അനുഭവിക്കേണ്ടി വരും. മനുഷ്യർക്കൊരു ടെൻഡൻസിയാണ് പുറത്തൊക്കെ പോകുമ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, കാറിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കാം. ട്രെയിനിലൊക്കെ ആണെങ്കിലും ദൂരയാത്ര ചെയ്യുന്നവരൊക്കെ എന്തെങ്കിലും വരുന്നതൊക്കെ അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കും. വീട്ടിലാണെങ്കിലും നമ്മളങ്ങനെ കഴിക്കുമോ? ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ ആളുകൾ ഇതിന് മാത്രം ആഹാരം കഴിക്കാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നാലേ സിനിമ കാണാൻ പറ്റുള്ളൂ. അത് മനുഷ്യരുടെ ഒരു സൈക്കോളജിയുടെ പ്രശ്നമാണ്. വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാതിരിക്കുമ്പോൾ അങ്ങ് കൂടുതൽ കഴിക്കാൻ തോന്നും. ഞാൻ സിനിമ കാണാനാണ് വന്നത്, സിനിമ കണ്ടിട്ട് പോവുക. എന്തിനാണ് അതിൻ്റെ കൂടെ ഒരു വലിയ തുക ചിലവാക്കി നമ്മുടെ ആരോഗ്യത്തിനെയും ബുദ്ധിമുട്ടിച്ച് അതും കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വീണ്ടും കഴിക്കും. ഈ സ്നാക്സ് ഒന്നും കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ പെടുന്നില്ല. അപ്പം ഞാൻ ടോപ്പിക്കിൽ നിന്ന് വഴി മാറുകയല്ല. ഫുഡ് ബ്ലോഗേഴ്സിനെ നമ്പണ്ട, അത് നമ്പി നിങ്ങൾ എവിടെയും ആഹാരം കഴിക്കാൻ പോകണ്ട. എൻ്റെ അഭിപ്രായത്തോട് എത്ര പേർ യോജിക്കുന്നു എന്നറിയില്ല. ഇതിൻ്റെ പേരിലും കുറേ തെറി കേൾക്കേണ്ടിയും വരും. അതൊന്നും പ്രശ്നമല്ല. കുറേ പേര് മഞ്ഞ ചാനൽ എന്നിപ്പോൾ പറയുന്നുണ്ട്. തുടക്കം മുതൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ശീതളസത്തിൻ്റെ നിലവാരം ഒരു തെറിയിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇതൊരു വാർത്താ ചാനലല്ല. നമ്മൾ സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ കണ്ണിൽ പെടുമ്പോൾ, ശ്രദ്ധയിൽപ്പെടുമ്പോൾ, തുടർച്ചയായിട്ട് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിനോട് എൻ്റെ അഭിപ്രായം പറയുക മാത്രമാണ്. വാർത്തകളൊക്കെ ബ്രേക്ക് ചെയ്യാനും അല്ലെങ്കിൽ കൃത്യമായിട്ട് വാർത്തകളുടെ സത്യാവസ്ഥയോ അല്ലെങ്കിൽ എന്താണ് നടന്നതെന്നൊക്കെ മുന്നിലേക്ക് എത്തിക്കാൻ, ലൈവായിട്ട് എത്തിക്കാൻ റിപ്പോർട്ടേഴ്സൊക്കെ ഒരുപാടുള്ള വലിയ വലിയ മാധ്യമ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെയല്ല, ആ പുറത്തു വരുന്ന വാർത്തകളോടുള്ള എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അഭിപ്രായവും ഞാനൊരു പ്രത്യേക ആംഗിളിലൂടെ നോക്കിക്കാണുമ്പോൾ അതിനെ എങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്നത് പറയാനുള്ള ഒരു ചാനൽ മാത്രമാണ് ശീതളിസം. ഈ ചാനലിൻ്റെ സ്വഭാവം ദയവായി നിങ്ങൾ മനസ്സിലാക്കി ഇതിന് താഴെ ഈ വിഷയത്തെപ്പറ്റി കമൻ്റ് ഇടുക.